ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സങ്കീർത്തന പ്രബോധനങ്ങൾ എന്ന തലക്കെട്ടിൽ സങ്കീർത്തനങ്ങളിൽ നിന്നുള്ളതായ ആത്മീക ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം യൂട്യൂബിലും ഫേസ്ബുക്കിലുമായിട്ട് ക്രമീകരിക്കുവാനിടയായി. പല എപ്പിസോഡുകളിലായിട്ട് സങ്കീർത്തന അധ്യായങ്ങൾ നമ്മൾ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതിന് ആധാരമായി ആദ്യത്തെ സങ്കീർത്തനം നമ്മൾ തുടങ്ങുകയാണ്. 1-ാം സങ്കീർത്തനമാണ്. ആ വാക്യത്തിൻ്റെ സ്ട്രക്ചർ ഒരൊറ്റ വാക്കിൽ ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ, പാപം എന്ന് പറയുന്നത് പുരോഗമനാത്മകമായ ഒരു കാര്യമാണ്. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അത് പാപത്തിൻ്റെ പാരമ്യത്തിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടു പോകും. ആ സ്ട്രക്ചർ കണ്ടോ അവിടെ എഴുതിയിരിക്കുന്നത്? നടക്കുന്നു, നിൽക്കുന്നു, ഇരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. അപ്പോൾ ഓടാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ഓട്ടക്കളത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ദുഷ്ടലോകം വിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. ലോകപ്രകാരം മരണം എന്ന് പറയുന്നു എങ്കിലും ശരിക്കും ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ലോകം വിട്ട് നിത്യമായ ലോകത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നവനാണ്. എത്രയും വേഗം ഓടിക്കൊണ്ടിരിക്കുന്നവനാണ്. വളരെ എൻഗേജ്ഡ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പൗലോസ് പറയുന്നത്, നല്ല പോർ പൊരുതു. ഇപ്പോൾ പോരാട്ടവും ഓട്ടവും ഒരുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോരാട്ടത്തിൽ പോരാടി ഓടിക്കൊണ്ടിരിക്കുന്ന, ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കുന്ന, ഒട്ടും സമയം നമുക്ക് വേസ്റ്റ് ആക്കാനില്ല, വളരെ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ ലൈഫാണ് ശരിക്കും പറഞ്ഞാൽ കർത്താവ് നമുക്ക് വേണ്ടി വിഭാവനം ചെയ്തിരിക്കുന്നത്. നമുക്ക് വേസ്റ്റ് ആക്കാൻ ഒട്ടും ടൈമില്ല. ഒരേ സമയം ഓടുകയാണ്, അപ്പോൾ തന്നെ പിശാചിനോട് പോരാടുകയും ചെയ്യുകയാണ്. അപ്പോൾ പോരാടി ഓടിക്കൊണ്ടിരിക്കുന്ന, ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ദുഷ്ടൻ്റെ ആലോചന കേൾക്കുമ്പോൾ ആത്മീകമായ അവൻ്റെ ഓട്ടത്തിനകത്ത് കുറവ് സംഭവിക്കുകയും അവൻ നടക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുകയാണ്. അപ്പം ആത്മീകമായി പുരോഗമനം അല്ല, ആത്മീകമായി പരാജയത്തിലേക്ക് താഴേക്ക് വന്നുകൊണ്ടിരിക്കുക. അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം അപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നടക്കുന്നത് കൊണ്ട്, മുമ്പോട്ട് നീങ്ങുന്നത് കൊണ്ട് ഈ വേഗത കുറഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പലപ്പോഴും നന്നായിട്ട് ഇരുന്ന് ചിന്തിച്ചെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ നമ്മുടെ വേഗത എന്തുമാത്രം കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന്. ആരുടെയൊക്കെയോ ആലോചനകൾ കേട്ടിട്ട്, ആരുടെയൊക്കെയോ വാക്കുകൾ കേട്ടിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ വേഗത കുറയ്ക്കാനിടയായി. വളരെ ധീരതയോടെ ഓടിക്കൊണ്ടിരുന്ന, വളരെ പോരാട്ട മനോഭാവത്തോടെ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ടിരുന്നതായ ഒരു കാലഘട്ടത്തിൽ നിന്നും ആരുടെയൊക്കെയോ വാക്കുകൾ കേട്ടിട്ട്, പിശാചിൻ്റെ ആലോചനകൾ കേട്ടിട്ട് വേഗത കുറഞ്ഞു. ഇന്നലകളേക്കാൾ ഇന്ന് ആത്മീക ജീവിതത്തിൻ്റെ വേഗത ഒത്തിരി പേർക്ക് കുറഞ്ഞു പോയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, വേഗത കുറഞ്ഞ നടത്തത്തിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. പാപികളുടെ വഴിയിൽ നിൽക്കുന്നു. അപ്പം നടന്നുകൊണ്ടിരുന്നവൻ അടുത്ത വീണ്ടും പാപികളുടെ വഴിയിൽ നിൽക്കാൻ തുടങ്ങി. മൂന്നാമത്തെ കാര്യം, പാപിയുടെ വഴിയിൽ നിന്നവൻ പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ പാപം നമ്മളെ പുരോഗമനാത്മകമായി അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും.